എടാ, സത്യമായിട്ടും പ്രേതം വരുമോ? ഇപ്പൊ ഒന്ന് പേടിച്ചേ ഉള്ളൂ. 19-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച ഒരു ഗെയിമാണ് ഈ ഈവിൽ ഗ്ലോബ്. ഇതിന് സ്പിരിറ്റ് ഗ്ലോബ് എന്നും പറയും. ചില ആൾക്കാർ ഇതിനെ ടോക്കിംഗ് ഗ്ലോബ് എന്നും പറയും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ വിളിക്കുമ്പോൾ വരുന്നത് ഒരു ഗുഡ് സ്പിരിറ്റുമാവാം, അല്ലെങ്കിൽ ഒരു ഈവിൽ സ്പിരിറ്റുമാവാം. പക്ഷേ നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. മനസ്സിലായോ? സ്റ്റീവ്, ഞാനല്ല. ആദ്യം ഒരു ആത്മാവിനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു കോയിനെടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഇടും. അല്ല, നീ ആരെ വിചാരിച്ച കോയിനിട്ടെ? എറിക്, എന്താടി ഇനി നീ അവനെ വിട്ടില്ലേ? അവൻ എനിക്ക് കുറച്ച് പൈസ ബാലൻസ് തരാം. എല്ലാവരും സീരിയസ് ആവും. ഈ വീട്ടിൽ ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങളോട് സംസാരിക്കാം. ഒന്നുമില്ലൊന്ന് എങ്ങനെ നമുക്കറിയാം? ഈ തുണി മാറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുകയുയർന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ആത്മാവുണ്ടെന്നർത്ഥം. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ആത്മാവ് വന്നു കഴിഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് മരണപ്പെട്ടത്? നിങ്ങളെ ആരെങ്കിലും കൊന്നതാണോ? നിങ്ങൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് നിന്നെ കൊന്നവനോട് നിനക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഞാനൊരു ചെറിയ അടിയല്ലേ അടിച്ചുള്ളൂ. വന്നേ, പോയി നോക്കാം. ചെന്ന് നോക്കടാ. ഫയാസ്, ഒന്ന് പോയി നോക്കാം. ദിവസം ഡേറ്റിംഗ് എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് അടിച്ചുകൂട്ടി എന്നെ പെട്ടിയിലാക്കിയല്ലേ? ഒരൊറ്റ കീറും. ഇവരൊക്കെ ഉള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എന്താടാ? അടി മാത്രം മിച്ചം.
ഏയ് എടാ സുന്ദറല്ലേ? ഡാ അപ്പൊ നീ വിട്ട പുകയാണ് അകത്തേക്ക് വന്നത്? എന്താണ് ഇതൊക്കെ? സാർ நான் பெட்டி எடுத்துட்டு கீழே போகும்போது உள்ள இருந்து ஏதோ அசிரமா இருந்துச்சு சார். ஓபன் பண்ணி பாக்குறப்பா என்ன அடிச்சு போட்டு அவரு கிளம்பி போயிட்டார் சார். என் பல்லு போச்சு சார். பொட்டி எடுத்துட்டு போய் போடலனே கோட்டர் பண்ணதெல்லாம் திருப்பி கேப்பீங்களா? ഏയ്, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. നീ പോ, ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വെക്കണം. പോ. ചെല്ല്. பல்லு இல்ல சார். அடிச்சு வச்சுட்டான் சார். ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്? ഡാ, ഇനി ഇങ്ങനത്തെ പരിപാടിയായിട്ട് ഇറങ്ങിയോണ്ടല്ലോ. അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? അപ്പൊ നിനക്ക് മനസ്സിലായില്ല? ആത്മാവേ തിരിച്ചടിച്ച്. നിങ്ങൾ അധികം ചിരിക്കുന്നു വേണ്ട. ഒരു കാര്യം മനസ്സിലായിക്കോ, ആത്മാവ് എന്നുണ്ടെങ്കിൽ എന്തായാലും അതിവിടെ വരും. ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന സകല ആത്മാക്കളെയും പഞ്ചഭൂതങ്ങളെയും സാക്ഷിയാക്കി ഞാൻ പറയാ, ഒരു ആത്മാവിന്റെ പ്രസൻസ് ഈ വീട്ടിൽ തീർച്ചയായും ഉണ്ട്. ഉണ്ട്. മണ്ടന്മാര്, നീ പറഞ്ഞു കേട്ട് ഹ്യൂമരെല്ലാം മറച്ചു പോയി. മച്ചാനെ, ഇത് കഴിച്ചേ. പോട്ടട മച്ചനെ, അവര് നിന്നെ ചുമ്മാ കളിയാക്കിയല്ലേ. ഡേയ്, നീ എന്തേ ചെയ്തോണ്ടിരിക്കണേ? നിനക്കെന്താ കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ? ലെൻസൊക്കെ പിടിച്ച് നോക്കണ്ടല്ലോ. നിനക്കൊരു കാര്യം അറിയോ? കുറച്ചു നേരം മുമ്പ് ഈ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിരുന്നു. അതിഥിയാ? അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വടക്കേമഠം ബ്രഹ്മദത്തൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ കൊച്ചുമകന് പഠിപ്പിച്ചു കൊടുത്തൊരു വിദ്യയാണിത്. അത് വർക്കൗട്ടായി. അല്ലടാ, നീ ഇതിപ്പോ ആരെപ്പറ്റി പറയണത്? ഡാ, അതടക്കി അതൊന്നും എടുക്കണ്ട. എന്തേ? ഈ ഗ്ലാസ് വേണമെന്ന് അന്നേ ഞാൻ പറഞ്ഞല്ലേ? ഞാൻ നിന്നോടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും എടുക്കണ്ടെന്ന്. അതെന്താണ്? ഈ ഗ്ലാസ് ഞാൻ വെച്ചെന്താടാ? നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ഗ്ലാസ് ഞാൻ സ്റ്റൈലായിട്ട് വെച്ച് കാണിച്ചു തരാം. എന്താ ഇപ്പൊ കണ്ടില്ലേ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇതേ ആത്മാക്കളെ കാണുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്സാ. ഇപ്പൊ മനസ്സിലായോ? ഞാനൊരു ആത്മാവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ വന്നിരിക്കും. വന്നതാണോ? Yeah, I will call you back. പ്ലീസ് കം. പക്ഷേ ആരാണെന്ന് മനസ്സിലായില്ല. പഴയതെല്ലാം മറക്കുന്ന ആളല്ലേ ഫയാസ്? എനിക്കത് നന്നായി അറിയാം. ഇത് നമ്മുടെ ഷഹാന. ഹേയ് മറിയ, ഞങ്ങള് കോളേജിൽ ഒരുമിച്ച് പഠിച്ചവര്. ആൻസി, Classmate ആ? സുഖാണോടി? പിന്നല്ലാതെ. ഹായ് റോഷ്. ഓ സോറി, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് നന്ദൻ. ഓ, ഹായ് നന്ദൻ. ഇരിക്ക് നന്ദ. കം പ്ലീസ്. ഹലോ നന്ദൻ, പ്ലീസ്. നിങ്ങൾ എല്ലാവരും അന്ന് കണ്ട പോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ ആന്റണിക്ക് മാത്രം മുടി കുറച്ച് കുറഞ്ഞോ എന്നൊരു സംശയം. വിളിച്ചാ നീ വരുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടല്ലേ നിന്നെ ഞങ്ങൾ വിളിച്ചത്. Would you like a drink, മിസ്റ്റർ നന്ദൻ? ഫയാസ്, നീ Yeah, ഇങ്ങോട്ടൊന്ന് please. വന്നേ. കഴിക്ക്. വാടാ. നിന്നെയൊക്കെ എന്താടി? നന്ദൻ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴേ 9 പേരുള്ള ഗ്രൂപ്പായിരുന്നു. അതിൽ 8 പേര് ഇവിടെ ഉണ്ട്. പക്ഷെ എന്നെ മാത്രം ഇൻവൈറ്റ് ചെയ്തില്ല. എന്താന്നറിയില്ല. എടാ എന്താ ഫയാസ്, ഷാഹിനയെ മാത്രം വിളിക്കാതിരുന്നു? ഞങ്ങൾ പഠിക്കുന്ന സമയത്തെ ഇവൻ ഫുൾ ആൻഡ് ഫുൾ എന്റെ പിന്നാലെ തന്നെയായിരുന്നു. കല്യാണം കഴിക്കാന്ന് എനിക്ക് ഉറപ്പ് തന്നതാ. അതിനുശേഷം കോളേജ് കഴിഞ്ഞ് സാറിനെ ഇന്നാണ് നേരി കാണുന്നത്. നന്ദൻ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അയ്യോ, മലയാളി അല്ല, പക്ഷെ മലയാളം നന്നായിട്ട് പറയും ഞാൻ. നീ എവിടേക്ക്? ഞാനൊരു ബിസിനസ് മാൻ, എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് സ്റ്റീൽസ്. ഹായ്. ഇവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്റെ കമ്പനി തന്നെ. ഓ, ഓക്കെ. വലിയ ബിസിനസ് ഒക്കെ ആണല്ലോ. ഓ, യു നീഡ് സം മോർ? ഹലോ. യെസ് പ്ലീസ്. ഓക്കെ.
അച്ഛൻ എങ്ങനെയുണ്ട്? ഞാൻ വിളിച്ചോളാം. സുഖം. നിങ്ങൾ ദുബായി തന്നെയല്ലേ? അല്ല, ദുബായ് ബേസ്ഡ് അല്ലേ? ഇടയ്ക്കൊക്കെ ഞാൻ വന്നിട്ട് പോകും. നന്ദൻ, നിങ്ങളെന്തോ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആയ പോലെ ഉണ്ടല്ലോ. നിങ്ങൾ ഇത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. ഒരു റീയൂണിയൻ ആവുമ്പോൾ ഇതെല്ലാം സർവ്വസാധാരണമായിരിക്കുമല്ലോ. ഏയ്, അതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്കത് മനസ്സിലാവും. മറ്റുള്ളവർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് നിങ്ങളെപ്പറ്റി നന്നായി അറിയാം. അത് പിന്നെ നന്ദൻ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോടുകൂടെ ഷെയർ ചെയ്യാം. ഓക്കെ? യെസ് നന്ദൻ, ഇവിടെ നമുക്ക് എന്ത് സംസാരിക്കാം. നിങ്ങളുടെ മനസ്സിന്റെ ഭാരമൊക്കെ ഒന്ന് കുറയട്ടെ. ഈ ദിവസം അതിനു വേണ്ടിയുള്ളതാ അല്ലേടി? എന്ത്? തന്നെ. ശരിയല്ലേ? കറക്റ്റ് അവള് പറഞ്ഞു. അത് പിന്നെ ഇറ്റ്സ് ഓക്കെ. എല്ലാ തവണ ഞാൻ ദുബായിക്ക് വരുന്നത് പോലെയല്ല ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വൈഫിൻ്റെ കുട്ടിയുടെ അച്ഛനെ കാണാൻ വേണ്ടിയാണ് വന്നത്. നന്ദൻ, നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഡോക്ടർ അത് എന്നോട് പറഞ്ഞ അതേ ദിവസം എൻ്റെ വൈഫിനോട് ഞാൻ പറയാൻ പോയപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ടെന്ന് പറഞ്ഞു. അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. സത്യത്തിൽ ആ സമയത്ത് സന്തോഷിക്കണോ അത് വിഷമിക്കണോന്ന് അറിയില്ലായിരുന്നു. പിന്നീട് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് സത്യം പറഞ്ഞു. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെ നിർബന്ധത്തില അവൾക്ക് എന്നെ കല്യാണം കഴിക്കേണ്ടതായിട്ട് വന്നതെന്ന്. പക്ഷെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ്, എൻ്റെ മാത്രം കുഞ്ഞ്, എൻ്റെ മാത്രം സ്വന്തം, അവൾ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവരെനിക്ക് വേണ്ടി കാത്തിരിക്കുക. സോറി, നിങ്ങളുടെ നല്ലൊരു പാർട്ടി വെറുതെ ഞാനായിട്ട് സ്പോയിൽ ചെയ്തു. നോ, സോറി. ഇല്ല നന്ദൻ. ഗുഡ് ബൈ. നന്ദൻ, നന്ദൻ, ഏയ് നന്ദൻ, നന്ദൻ, നന്ദൻ നിൽക്ക്.